അങ്ങനെ ജീവിക്കുന്ന മുസ്ലിമിനെ എല്ലാവർക്കും വെറുപ്പാണ്. അങ്ങനെ ജീവിക്കുന്ന മുസ്ലിമിനെ എല്ലാവരും വിദ്വേഷത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടല്ലേ ഇന്ന് മുസ്ലിം അല്ലാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവസാന കാലം വരുമ്പോൾ ഭക്ഷണത്തലികയിലേക്ക് ആളുകളെ ക്ഷണിക്കും പോലെ എല്ലാവരും നിങ്ങളോട് യുദ്ധത്തിന് ക്ഷണിക്കും. ഭക്ഷണത്തലികയിലേക്ക് ഭക്ഷണം പാകം ചെയ്ത് തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആളുകളെ ക്ഷണിക്കുന്നത് പോലെ വിവാഹ സദ്യക്ക് പങ്കെടുക്കുമ്പോ, വിവാഹ സംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോ ഭക്ഷണമൊക്കെ റെഡിയാക്കി മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിക്കും പോലെ നിങ്ങളോട് ഏറ്റുമുട്ടാൻ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബത്ത് സംശയത്തോടെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? അന്ന് ഞങ്ങൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടായിരിക്കുമോ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ എല്ലാവരും തയ്യാറാവുക, ഞങ്ങളോട് ഏറ്റുമുട്ടാൻ എല്ലാവരും ഒരുക്കം നടത്തുന്നത് ഞങ്ങളെന്ന ആളുകൾ കുറവായതുകൊണ്ടായിരിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങളെന്ന് ധാരാളം ആളുകളുണ്ടാകും, ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളെന്ന് ആളുകൾ ധാരാളം ഉണ്ടാകും. പക്ഷേ ചവറുകളാണ്, തപ്പുചവറുകളാണ്, നിങ്ങൾ വെറും തണ്ടികളാണ്, നിങ്ങൾ വെറും പാഴ്വസ്തുക്കളാണ്. ഇതുപോലെ മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന, ആരും അകലവെക്കാതെ, ആരും ശ്രദ്ധിക്കാതെ മഴവെള്ളത്തിലൂടെ എന്തെല്ലാം ഒഴുകിപ്പോകും. കൂലം കുത്തി ഒഴുകുന്ന മഴവെള്ളത്തിൽ കാലുകളിലൂടെ എന്തൊക്കെ ഒഴുകിപ്പോകും. ആരും പരിഗണിക്കാറില്ലല്ലോ, ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. അത്തരം പാഴ്വസ്തുക്കളായി നിങ്ങൾ മാറും. അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാനിനെ എടുത്തുയർത്തുന്ന പകരം നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു നിങ്ങളോടുള്ള പേടി, നിങ്ങളോടുള്ള ആദരവ്, ശത്രുക്കൾക്ക് നിങ്ങളോട് നേരുന്ന ആദരവ്, ആ ആദരവ് അല്ലാഹു എടുത്തു മാറ്റും. പകരം അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യും. നിങ്ങളോട് സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ആദരവ് അതൊക്കെ നഷ്ടപ്പെടും. അതല്ലേ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനോടുണ്ടായിരുന്ന ആദരവൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന മുസ്ലിംകൾക്ക് ഒരു പവർ, ഒരു അംഗീകാരം, ആളുകൾക്ക് മുമ്പിലുള്ള ഒരു ആദരവ് കഴിഞ്ഞ കാല മുസ്ലിങ്ങൾക്കൊക്കെ ഉണ്ടായി. നമുക്കറിയാമല്ലോ, ഒരു പ്രദേശത്ത് ഒരു ചായക്കടയിൽ ആ പ്രദേശത്തൊരു മുസ്ലിം വരികയാണെങ്കിൽ അവിടെ ജീവിക്കുന്ന, അവിടെ താമസിക്കുന്ന താഴ്ന്ന ജാതിക്കാരായ ആളുകളൊക്കെ ആ മുസ്ലിമിനെ കാണുമ്പോൾ എഴുന്നേൽക്കും, ഒരാദരവ് കൽപ്പിക്കും. കാരണം മാപ്പിള എന്ന വാക്ക്, മഹാപിള്ള എന്ന വാക്ക് രൂപത്തിലുണ്ടായതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്കൃതിയെ പുൽകി ജീവിച്ചപ്പോ ആ മഹാന്മാരായ ആളുകളെ അംഗീകരിക്കാനും അവരെ ആദരിക്കാനും സമൂഹം തയ്യാറായി. അതല്ലേ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ വന്നപ്പോ അവരെ ആദരിച്ചത്, അവരെ ബഹുമാനിച്ചത്, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തത്, അവരെ ആദരവോടുകൂടെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചതാരാ? ഇവിടുത്തെ ഇതര മതക്കാരായ, ഇതര ജാതിക്കാരായ ആളുകളായിരുന്നു. എന്റെ കാരണം അവർ അല്ലാഹുവിന്റെ ദീനിന്റെ ജീവിക്കുന്ന രൂപങ്ങളായി, ജീവിക്കുന്ന ഉദാഹരണങ്ങളായി. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പകൽ മുഴുവൻ ചൂടേറ്റിനെ ക്ഷീണിച്ചവശനായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തി. വൈകുന്നേര സമയത്ത് തന്നെ പാർപ്പിടത്തിൽ തങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കാൻ, ആരാധനാകർമ്മങ്ങൾ നടത്താൻ ഇതരക്കാരായ മറ്റു മതസ്ഥരായ ആളുകൾ ഒരുക്കി കൊടുത്ത ആലയത്തിൽ വന്നിരിക്കുന്നു. തന്റെ കൂടെ കൂടി നിൽക്കുന്ന ഇതര മതക്കാരായ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചവശരായിട്ടുണ്ട്, ഞങ്ങൾക്കൽപ്പം വെള്ളം തരണം, കുടിക്കാൻ വല്ലാത്ത ദാഹമുണ്ട്. ഈ സമയത്ത് അവിടെ കൂടിയിരുന്ന ഹൈന്ദവരായ ആളുകൾ, സുഹൃത്തുക്കൾ, ഈ സഹോദരന്മാർക്ക് വെള്ളം നൽകാൻ വേണ്ടി, ഇവരുടെ ദാഹം അകറ്റാൻ വേണ്ടി നല്ല വെള്ളം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി തൊട്ടടുത്ത തെങ്ങിൻ തോപ്പുകളിലേക്ക് ഓടിപ്പോയി.
അതിന്റെ ഉടമകളെ അന്വേഷിക്കാതെ, അതിന്റെ ഉടമകളുടെ സമ്മതം വാങ്ങാതെ തെങ്ങിൻ തോപ്പുകളിൽ കയറി, തെങ്ങിൽ കയറി ഇളനീർ വെട്ടി കൊണ്ടുവന്നു മഹാന്മാരായ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് അവർക്ക് കുടിക്കാനുള്ള ശീതളപാനീയമായി തെങ്ങിന്റെ ഇളനീർ വെള്ളം കൊടുത്തപ്പോ മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ജാഹിദ് പരവശനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുചരന്മാരും ഈ ഇളനീർ കയ്യിൽ കിട്ടിയപ്പോൾ ചോദിച്ചുവത്രേ, ഇളനീർ കയ്യിൽ കിട്ടിയപ്പോൾ ചോദിച്ചുവത്രേ, അഹുവ ഹലാലുൻ വ ഹറാം, ഇത് ഹലാലാണോ ഹറാമാണോ, ഇത് ഉടമയുടെ സമ്മതത്തോടെ കൊണ്ടുവന്നതാണോ എങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ അനുവദനീയമാണ്. ഉടമയുടെ സമ്മതമില്ലാതെ കൊണ്ടുവന്നതാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ മതം ഇത് അനുവദിക്കുന്നില്ല. ഇത് കുടിച്ചാൽ നാളെ റബ്ബിന്റെ ലോകത്ത് അല്ലാഹു അനുഗ്രഹിച്ച സ്വർഗ്ഗലോകത്തുള്ള പാനീയം ഞങ്ങൾക്ക് നഷ്ടമാകും, ഇത് കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ സന്തോഷപൂർവ്വം നിരസിച്ച മാലിക് ഇബ്നു ദീനാറിന്റെയും അനുചരന്മാരുടെയും ജീവിതം കണ്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ പ്രദേശത്തെ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ മാത്രമല്ല നമ്മുടെ മുൻഗാമികൾ